ഹലോ ഫ്രണ്ട്സ്, പ്രോമിസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു ഹെൽത്ത് ബൂസ്റ്റർ ടോണിക്ക് അല്ലെങ്കിൽ സോയിൽ ആക്ടിവേഷൻ റിജുവിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ധാരാളം പേര് അത് കണ്ടിട്ടുണ്ട്. കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കാര്യം നമുക്ക് വളരെ പ്രയോജനമുള്ളൊരു വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെ ഒരു 20-25% ആൾക്കാർക്ക് എപ്പോൾ അത് ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളൊരു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. നമ്മുടെ ചെടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ധാരാളം വളങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫ്ലവർ ബൂസ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട്, ഹെൽത്ത് ബൂസ്റ്റർ ഉപയോഗിക്കാറുണ്ട്, നമ്മൾ പ്രൂണിങ് നടത്താറുണ്ട്. പല കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്ലാന്റുകളൊക്കെ തന്നെ നല്ല ഹെൽത്തായിട്ടും നിറയെ പൂക്കളോടുകൂടി നിൽക്കുന്ന കാണാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പോട്ടുകളിൽ നട്ടിരിക്കുന്ന ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും നമ്മൾ കൊടുക്കുന്ന വെള്ളമേ അവർക്ക് കിട്ടുകയുള്ളൂ. അതേസമയം മണ്ണിൽ നട്ടിരുന്നത്, അതായത് നമ്മൾ പറയും പണ്ടൊക്കെ പറമ്പുകളിലും മതിലുകളിലും ഒക്കെ ഒരുപാട് വളർന്ന മരങ്ങളിലൊക്കെ കയറി കടന്ന് വളർന്ന ബോഗൺവില്ലകൾ എന്നും പൂവായിട്ട് നിൽക്കും. ആരും ഒന്നും ചെയ്തില്ലെങ്കിലും സമയാസമയങ്ങൾ അതുങ്ങൾ പൂക്കുകയും നല്ല ഭംഗിയോടുകൂടെ ഓരോ വർഷം ചെല്ലുന്നതോറും കൂടുതൽ ഭംഗിയുടെ ഇരട്ടിയായിട്ട് വരികയും ചെയ്യും. അതിന് കാരണമുണ്ട്. വഴിയരികിലൊക്കെ നിൽക്കുന്നതിന് ഓട്ടോമാറ്റിക്കലി ധാരാളം കാർബണൊക്കെ കിട്ടുകയും പിന്നീട് അതിൻ്റെ റൂട്ട്സൊക്കെയാണ് മണ്ണിൽ എവിടെയെങ്കിലും ചെന്ന് അവർക്ക് ആവശ്യമുള്ള മൂലകങ്ങളൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടത് വളർന്നു വരും. പക്ഷേ ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് 1-2 ടൈപ്പ് ബോഗൺവില്ലകളെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ നൂറുകണക്കിനല്ല അതിൽ കൂടുതൽ വെറൈറ്റി ബോഗൺവില്ലകൾ, അതും ഹൈബ്രിഡ് ബോഗൺവില്ലകളൊക്കെ ഉള്ള സമയം നമ്മളെല്ലാം തന്നെ പോട്ടുകളിലാണ് അത് വയ്ക്കുന്നത്. അതിന് പോട്ടുകൾ ചെറുതാക്കി വെച്ച് അല്ല ബുഷിയാക്കി നിർത്തി നമ്മൾ നല്ല ഭംഗിയോടെ നമ്മുടെ ഗാർഡനുകളിലും വീടുമുറ്റങ്ങളിലും നമ്മുടെ ഓഫീസുകളിലും ഒക്കെ വയ്ക്കുന്ന ഈ പ്ലാന്റ് നമ്മൾ അതുപോലെ തന്നെ നല്ല ഫെർട്ടിലൈസേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്ത DAP കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് DAP കുറിച്ചൊരു വിശദമായ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ വിഷയം. അതായത് DAP നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. DAP എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. സാധാരണ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഈ DAP ഉപയോഗിക്കുന്നത്. ഇതെല്ലാവരും ഉപയോഗിക്കാറുള്ളൊരു ഫെർട്ടിലൈസറാണ്. നമുക്ക് ഇതിൻ്റെ NPK റേഷ്യോ എന്ന് പറഞ്ഞാൽ 18:14, അതായത് നൈട്രജനും ഫോസ്ഫറസും. ഇവിടെ പൊട്ടാഷ്യം ഇല്ല. നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഇത് ഗ്രോത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫ്ലവർ ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കാറുണ്ട്. ലോ കണ്ടൻറ്റായിട്ട് അതിനകത്ത് സൾഫറും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലിക്വിഡ് DAP നമുക്കിപ്പോൾ ലഭ്യമാണ്. മെയിനായിട്ട് നമ്മൾ 2 തരത്തിലാണ് കണ്ടുവരുന്നത്. ലിക്വിഡുണ്ട്, അതൊക്കെ കൂടാതെ വൈറ്റ് കളറ് DAP ഉണ്ട്, ബ്ലാക്ക് കളറ് DAP ഉണ്ട്. അത് ചെറിയ ഗ്രാനുവൽസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ് കളറ് DAP ആണ്. ഫ്ലവർ ബൂസ്റ്ററായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നെങ്കിലും ചെറിയ രീതിയിൽ ഗ്രോത്ത് പ്രൊമോഷനും ഉണ്ട്. അത് വൈറ്റ് കളർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറിയ പ്ലാന്റ്സിന്, ഫ്ലവറിങ് പ്ലാന്റ്സിന് അല്ലെങ്കിൽ ചട്ടികളിൽ വളർത്തുന്ന ഒക്കെ വേണ്ടിയിട്ട്. അത് വെച്ചാൽ ഇത് വാട്ടർ സോല്യൂബിളാണ് എങ്കിലും വേഗത്തിലത് അതിൻ്റെ ഇത് റിലീസ് ചെയ്യും. അതേസമയം ബ്ലാക്ക് കളറുണ്ട്. ബ്ലാക്ക് കളർ നമ്മൾ ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മെയിനായിട്ട്. രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആണല്ലേ. ഇത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ഈ ഗ്രാനുവൽസാണ് നമ്മൾ സാധാരണയായിട്ട് ചെടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കാൻ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഫെർട്ടിലൈസർ തന്നെ. ഇതിനകത്ത് നിന്ന് ഒരു വലിയ പോട്ടാണ്. ഞാൻ പറഞ്ഞ ഒരു 15 ഇഞ്ച് അല്ലെങ്കിൽ നമ്മളൊരു 14 ഇഞ്ചൊക്കെ പോട്ട് സൈസിലേക്ക് നമുക്കൊരു 10-12 തരികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി
ചട്ടികളുടെ വശങ്ങളിലേക്ക് കൂടെ ചെന്ന് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ കുറച്ചുകൂടെ വലിയ പോട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ പോട്ടുകളാണെങ്കിൽ ഒരു 4-5 അല്ലെ 6 ഗ്രാനുവൽസ് മാത്രം ഇട്ടാൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട്സിനത് ഡാമേജ് ഉണ്ടാക്കും. അത് വെച്ചാൽ ഞാനതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഒരു പ്രശ്നം പറ്റി. ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ വേറൊരാളെ കൊണ്ട് ഇടിയിപ്പിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് നമ്മൾ ഒരു ഹെൽപ്പറെ കൊണ്ട് അത് കൊടുത്തപ്പോഴത്തേക്ക് ഇത് കൂടിപ്പോയത് കാരണം, DAP കൂടിപ്പോയത് കാരണം നമ്മുടെ ചെടികളൊക്കെ വളരെ അധികം പ്രശ്നമുണ്ടായി. ഫ്ലവർ വരാതെയും ആകപ്പാടെ ഒരു ഉണങ്ങിയതുപോലെയും ഒക്കെയായി ഇലകളൊക്കെ പൊഴിഞ്ഞ് വെറും കമ്പുകൾ മാത്രമായി പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, കൂടിപ്പോയല്ലോ ഒരു കാരണവശാലും. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ DAP ഉപയോഗിക്കുന്ന പോട്ടുകളിലെ കളകളൊക്കെ നീക്കി അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് മണ്ണ് ചെറുതായിട്ടൊന്ന് നല്ല എയറേഷനുള്ള മണ്ണാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇട്ട് കൊടുത്ത് ഇതിട്ട് കൊടുത്തിട്ട് ഒരു 3-4 ദിവസം നമ്മൾ നല്ലവണ്ണം നനച്ച് കൊടുക്കണം. ഒരു കാരണവശാലും നനയ്ക്കാതിരിക്കരുത്, നനച്ച് കൊടുക്കണം. പോട്ടിൻ്റെ വലിപ്പം, പ്ലാന്റിൻ്റെ സൈസും എല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം DAP ഇടാനായിട്ട്. ഇത് ഇട്ട ഉടൻ തന്നെ അങ്ങ് വലിയ രീതി പെട്ടെന്ന് പൂക്കൾ വരുന്നില്ല, വരും. ഗ്രോത്ത് പ്രൊമോഷനുകളുണ്ട്, നല്ല വ്യത്യാസം തന്നെ, ഒരു നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ബ്ലാക്ക് കളറുള്ളത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊരു സ്ലോ റിലീസ് ഫെർട്ടിലൈസറാണ് ബ്ലാക്ക് കളർ DAP. അത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് വെജിറ്റബിൾസിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, ഫ്രൂട്ട് പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാം, കുറച്ച് വലിയ പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് പതുക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാലും അതങ്ങനെ അലിയാതെ കിടക്കണം. വാട്ടർ സോല്യൂബിൾ ആണ് എങ്കിൽ പോലും വളരെ സ്ലോയിലേ അത് അലിഞ്ഞ് മണ്ണിനോട് ചേരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇത് DAP ഉപയോഗിക്കേണ്ട കാര്യമില്ല. DAP ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ പൊഴിഞ്ഞില്ലേ, പൂക്കൾ വരാൻ പോകുന്ന സമയം, അതായത് നമ്മുടെ സീസൺ ആരംഭത്തിൽ നമുക്ക് DAP ഉപയോഗിച്ച് കൊടുക്കാം. അത് ഉപയോഗിക്കുന്നത് തീരെ ചെറിയ പ്ലാന്റിന് ഉപയോഗിക്കരുത്. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തേ ഉള്ളൂ, പെട്ടെന്ന് വളർന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ധാരാളം വളങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതുപോലുള്ള കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം, അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് നമുക്ക് നൈട്രജൻ വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ കൊടുത്താലും മതി. പിന്നെ ഫ്ലവറിങ് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് സ്റ്റെംസൊക്കെ കുറച്ച് സ്ട്രോങ് ആയി, റൂട്ട്സൊക്കെ നല്ല സ്ട്രോങ് ആയി, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതും ഞാൻ പറഞ്ഞ രീതിയിൽ അതിൻ്റെ റേഷ്യോയിൽ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്, വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. ഇതിൻ്റെ ലിക്വിഡ് നമുക്കിപ്പോൾ ലഭ്യമാണ്. ലിക്വിഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലിക്വിഡ് ഉപയോഗിക്കാനും നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു 2 ml ഒക്കെ 1 ലിറ്റർ വെള്ളത്തിനകത്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് ഇലകളിലും തണ്ടുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതും ഇതുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ വലിയ പ്ലാന്റുകൾക്ക് 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ പ്ലാന്റാണ് അതനുസരിച്ച്. തീരെ ചെറിയ പ്ലാന്റുകൾക്ക്, അതായത് പ്രൊപ്പഗേഷൻ നടന്ന് അങ്ങോട്ട് വളർന്നു വരുന്ന പ്ലാന്റുകൾക്ക് നമ്മൾ DAP ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അന്നേരം നമ്മൾ NPK 90-90-90 ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതും ഞാൻ പറഞ്ഞു, അതിനും നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് DAPയുടെ ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഓരോ പ്രാവശ്യം നമ്മൾ പൂക്കൾ പൊഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബൂസ്റ്ററായിട്ട് DAP ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് വെള്ളത്തിൽ യോജിപ്പിച്ച് ഈ ഗ്രാനുവൽസ് വെള്ളത്തിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. 1 ലിറ്റർ വെള്ളത്തിന് ഒരു 2 ഗ്രാമൊക്കെ യോജിപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ DAP ലിക്വിഡ് ഉപയോഗിക്കാം. DAP ലിക്വിഡ് നല്ല റിസൾട്ട് തന്നെ തരുന്നത്, രണ്ടും ഒരുപോലെ നല്ല റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ഉപയോഗിക്കേണ്ട വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കിഡ് പോലുള്ള ചെടികൾക്ക് നമുക്ക് ഇതിങ്ങനെ ഗ്രാനുവൽസ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഈ ഗ്രാനുവൽസ് തന്നെ വെള്ളത്തിൽ യോജിപ്പിച്ചിട്ട് വെള്ളത്തിൽ കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വലിയ കട്ടിയുള്ള മണ്ണിൽ നിൽക്കുന്ന പ്ലാന്റുകൾ, എയറേഷൻ കൂടുതലുള്ള മണ്ണാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്ന ഗ്രാനുവൽസ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നല്ല ഭംഗിയോടെ നമ്മുടെ ചെടികൾ വളരാനായിട്ട് DAP
നല്ല ഒരു ഫെർട്ടിലൈസറാണ്. വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക. ഇതാണ് നമുക്ക് ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതുപോലെ തന്നെ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്തും നമ്മൾ നല്ലവണ്ണം ഒന്ന് ചുവടൊക്കെ നനച്ച് കൊടുത്തേച്ച് സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഗ്രാനുവൽസായിട്ട് ഇടുന്ന ദിവസം കുറഞ്ഞത് 3 ദിവസങ്ങളിൽ നമ്മുടെ പ്ലാന്റ് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം നോർമലായിട്ട് അറിയാമല്ലോ, ബോഗൺവില്ല ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയല്ല. പൂക്കളുള്ള സമയത്ത് നന്നായിട്ട് നമ്മൾ നനച്ച് കൊടുക്കാറുണ്ട്. പൂക്കളില്ലാത്ത സമയത്ത് അത്രയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പൂക്കളുള്ളപ്പോഴും ശ്രദ്ധിക്കണം, പൂക്കളിലും ഇലകളിലും വീഴാതെ ഒഴിച്ചു കഴിഞ്ഞാൽ പൂക്കളുടെ ആയുസ് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിനും ലൈഫിനും ഒക്കെ വേണ്ടി നമ്മൾ വളങ്ങൾ മാറി മാറി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ പ്ലാന്റുകളെ വളരെ നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും. നമ്മുടെ ഗാർഡനിങ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഒരേ വളം തന്നെ ഉപയോഗിക്കാതെ മാറി മാറി വളങ്ങൾ ഉപയോഗിക്കുക. ഇടയ്ക്ക് ഒരു ഓർഗാനിക് ബൂസ്റ്ററൊക്കെ കൊടുത്ത് നമ്മുടെ ചെടികളുടെ ലൈഫും ഹെൽത്തും ഒക്കെ ഒന്ന് കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, ഹാപ്പി ഗാർഡനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻസാണ് നമുക്ക് മോട്ടിവേഷൻ. അതോടൊപ്പം പ്ലാന്റ് ലവേഴ്സായിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ, അതിന് ഫെർട്ടിലൈസേഷൻ്റെ കുറേ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതും വേഗത്തിൽ അത് ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിലോട്ട് കാണാം. ഹാപ്പി ഗാർഡൻ. താങ്ക് യു ഫോർ വാച്ചിങ്.